തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPIM നേതാക്കൾക്ക് ജാമ്യം. MM വർഗീസ്, AC മൊയ്തീൻ MLA, K രാധാകൃഷ്ണൻ MP അടക്കമുള്ളവരാണ് കൊച്ചിയിലെ PMLA കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ CPIM മുൻ ജില്ലാ സെക്രട്ടറിമാർ അടക്കം മുഴുവൻ പ്രതികൾക്കുമെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് K രാധാകൃഷ്ണൻ MPയെയും AC മൊയ്തീൻ MLAയും അടക്കമുള്ള പ്രതികളോട് വിചാരണയ്ക്ക് മുന്നോടിയായി ഹാജരായത്. ജില്ലാ സെക്രട്ടറിമാർക്ക് പുറമെ ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി സെക്രട്ടറി, പൊറത്തുശ്ശേരി സൗത്ത്, നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ തുടങ്ങി ED സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ട 28 പേരും ഹാജരായി. 55 പ്രതികൾക്കെതിരെ നേരത്തെ നടപടികൾ ആരംഭിച്ചിരുന്നു. കരുവന്നൂർ ബാങ്കിൽ 2012-13 കാലത്ത് CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടികളുടെ വായ്പാ ക്രമക്കേട് നടത്തിയെന്നതാണ് കേസ്. തൃശൂരിലെ കോൺഗ്രസ് വിമത മേയർ MK വർഗീസിന് വീണ്ടും മെമ്പർഷിപ്പ്. AP അനിൽകുമാർ പങ്കെടുത്ത പരിപാടിയിലാണ് മെമ്പർഷിപ്പ് നൽകിയത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് താൻ കോൺഗ്രസിലേക്ക് മടങ്ങുകയാണെന്ന് MK വർഗീസ് പ്രഖ്യാപിച്ചിരുന്നു. കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പ് ധാരണ തെറ്റിച്ച് കോറോ ഹെൽത്ത്. പിരിച്ചുവിടൽ നടപടികളുമായി കമ്പനി മുന്നോട്ടു പോകുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. 3 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് നൽകി. അതേസമയം കോറോയിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ സർക്കാർ ഇടപെടലിന് പരിധികളേറെയാണ്. പുതിയ ലേബർ കോഡ് അടിസ്ഥാനമാക്കിയാണ് പിരിച്ചുവിടലെന്നാണ് കമ്പനിയുടെ വാദം. പുതിയ ലേബർ കോഡ് കേരളം നടപ്പാക്കിയിട്ടില്ലെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ചർച്ചകളിലൂടെ കമ്പനിയെ കേരളത്തിൽ തുടരാൻ പ്രേരിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. കേരളത്തിൽ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോറോ കമ്പനി. ഇതോടെ 800-ന് മുകളിൽ ആളുകൾ തൊഴിൽരഹിതരാകും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം കനക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള CJP പ്രതിഷേധം ആരംഭിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞു. പ്രതിഷേധവുമായി ജന്തർ മന്ദറിൽ നിരാഹാര സമരമിരിക്കുന്ന സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക തുടരുകയാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്. വാങ്ചുക്കിന്റെ ആരോഗ്യനില കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. സോനത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ സർക്കാരാണ് ഉത്തരവാദിയെന്നും CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ അവകാശപ്പെട്ടു. പ്രതിഷേധ സ്ഥലത്ത് ചായ് പേ ചർച്ച വിത്ത് കോക്രോച്ച് എന്ന പേരിൽ ആശയവിനിമയ പരിപാടിയും ആരംഭിച്ചിട്ടുണ്ട്. പ്രസ്ഥാനത്തെ എങ്ങനെ മികച്ചതാക്കി മാറ്റണമെന്നതിനെക്കുറിച്ച് നിർദ്ദേശങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം.